اللهم صل على سيدنا محمد الفاتح لما خلق الخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدرك ومقدارك العظيم. ഏറ്റവും ആദരവും ബഹുമാനമുള്ള ശ്രോതാക്കളെ, നമ്മൾ ചെറിയ പ്രായത്തിൽ പഠിച്ചു വെച്ച ഒരു കാര്യമാണ് ഷഹാദത്ത് കലിമ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്നും മനസ്സിലുറപ്പിച്ച് നാവുകൊണ്ട് വ്യക്തമാക്കുക. കേവലം തൗഹീദ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നത് കേവലം ഒരു പ്രഖ്യാപനമല്ല, ഒരു നാവുകൊണ്ട് ഉച്ചശബ്ദത്തിൽ പറയുന്ന ഒരു പ്രഖ്യാപനമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഹൃദയം പൂർണ്ണമായി അള്ളാഹുവിലേക്ക് തവജ്ജുഹായി അംഗീകരിക്കലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് ഓരോ ആളുകളുടെ ഹൃദയത്തിൻ്റെ ഈമാനിനനുസരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് 4 തട്ടുകളാണ്. മുമ്പൊരിക്കൽ നമ്മളൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജാഹിലായ ഒരാളെ റബ്ബല്ല ഒരു ആലിമിൻ്റെ റബ്ബ്, ആലിമായ ഒരാളെ റബ്ബല്ല ഒരു ആരിഫിൻ്റെ റബ്ബ്, ആരിഫിൻ്റെ റബ്ബല്ല ഒരു പ്രവാചകൻ്റെ റബ്ബ്, കേവലം ഒരു പ്രവാചകൻ്റെ റബ്ബല്ല ഒരു മുർസലിൻ്റെ റബ്ബ്, മുർസലിൻ്റെ റബ്ബല്ല ഉലുൽ അസ്മിൻ്റെ റബ്ബ്, ഉലുൽ അസ്മിൻ്റെ റബ്ബല്ല ഉലുൽ ഇസ്തിഫാഇൻ്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോൾ ഓരോ ആളുകളുടെ വീക്ഷണത്തിൽ റബ്ബിന് മാറ്റമുണ്ട്. ഓരോ ആളുകളുടെ ദറജക്കനുസരിച്ചിട്ട് അതിൻ്റെ കമാലിയത്തിൽ മാറ്റം വരും. എന്നതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞ് ഇമാമ് അഫ്ളലുദ്ദിക്രി അല്ലെങ്കിൽ അഫ്ളലുദ്ദിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ 10 പ്രാവശ്യം ചൊല്ലലുണ്ട്. ഈ ചെല്ലുന്ന ഓരോ ആളുകളുടെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരേ രൂപത്തിലാണ് അല്ല, അതവരെ ഹൃദയ ബോധ്യത്തിനനുസരിച്ചിട്ട്, ഹൃദയത്തിൻ്റെ ഈമാനിനനുസരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മാറ്റം വരും. ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കാലങ്ങളോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാലും അത് ഹൃദയത്തിൽ എഫക്റ്റ് ഉണ്ടാവില്ല. എന്നാൽ മറ്റു ചില ആളുകൾ ഒരൊറ്റ പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മതി, ഒരാളുടെ ഹൃദയത്തിലെ ശൈത്താൻ പോലും അതുകൊണ്ട് പറന്നു പോകും. അത്രമാത്രം പവർ ഉണ്ട് ചില ആളുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് 4 തട്ടാണ്. അതിലേറ്റവും അദ്ന എന്ന് പറയുന്നത് ലാ മഅബൂദ ഇല്ലല്ലാഹ്, ലാ മഅബൂദ ഇല്ലല്ലാഹ്. ആരാധിക്കപ്പെടുന്നവൻ ആത്മനാഥനല്ലാതെ വേറൊരാളില്ല, അതാണ് അതിൻ്റെ അർത്ഥം. ലാ മഅബൂദ ഇല്ലല്ലാഹ്, ആരാധിക്കപ്പെടുന്നവൻ ആത്മനാഥനല്ലാതെ വേറൊരാളുമില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഏറ്റവും താഴേക്കിടയിലുള്ള പദവി. ഈ ലാ മഅബൂദ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന മറ്റൊരാളില്ല എന്ന് ഹൃദയം കൊണ്ട് പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് ഒരു മുറബ്ബിയായ ശൈഖിന്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ലാ മഅബൂദ ഇല്ലല്ലാഹിൽ ലോകത്തുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളിൽ നിന്നൊക്കെ അവൻ്റെ ഹൃദയം ഒഴിവായി ആരാധിക്കപ്പെടാൻ അർഹൻ അല്ലാഹുവല്ലാതെ മറ്റൊരാളില്ല എന്ന് അവൻ്റെ ഹൃദയം കൊണ്ട് അംഗീകരിക്കുന്ന ഒരു സമയമുണ്ട്.
അവൻ ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണെങ്കിലും അതിന്റെ അർത്ഥതലം ലാ മഅബൂദ ഇല്ലല്ലാഹയായിരിക്കും. ആരാധിക്കപ്പെടുന്നവൻ ആത്മനാഥനല്ലാതെ മറ്റൊരാളില്ല എന്നൊരു ഹൃദയബോധ്യത്തിൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ തുടർന്നിങ്ങനെ ചൊല്ലുമ്പോൾ അവൻ്റെ ഏകദേശം ഫോക്കസ് അള്ളാഹുവിൽ മാത്രമായിട്ട് വരും. ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ദർജ ഒന്ന് മാറും. രണ്ടാമത്തൊരു ദർജ ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, ആത്മനാഥനല്ലാതെ മറ്റൊരു ലക്ഷ്യമില്ല എന്ന ഏറ്റവും സുന്ദരമായൊരു പദവിയിലേക്ക്, ഒരാത്മീയ ലഹരിയുടെ പാതയിലേക്കും സഞ്ചരിക്കുകയാണ്. ലാ മഖ്സൂദ ഇല്ലല്ലാഹ്, അവന്റെ മുഴുവൻ ഫോക്കസ്, ലക്ഷ്യം അല്ലാഹു തആല മാത്രമാണ്. അതുവരെ അവന്റെ ഹൃദയത്തിൽ പലതിനും സ്ഥാനമുണ്ടായിരുന്നു. ദുനിയാവിന് സ്ഥാനമുണ്ടായിരുന്നു, ദുനിയാവിന്റെ ചില വസ്തുക്കൾക്ക് സ്ഥാനമുണ്ടായിരുന്നു, പല സ്നേഹങ്ങളും അവന്റെ ഹൃദയത്തിൽ കയറി വന്നിരുന്നു, പല ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ ലക്ഷ്യങ്ങളൊക്കെ മാറ്റിവെച്ച് പരമ്പൊരുളാകുന്ന അല്ലാഹുവല്ലാതെ, ആ ആത്മനാഥനല്ലാതെ വേറൊരു ലക്ഷ്യവുമില്ല എന്ന് പറയുന്ന ഏറ്റവും ഉന്നതമായൊരു പദവിയാണ് ലാ മഖ്സൂദ ഇല്ലല്ലാഹ്. ആത്മനാഥനല്ലാതെ ഒരു ലക്ഷ്യവുമില്ല, മറ്റൊരു ലക്ഷ്യവുമില്ല, ആത്മനാഥനല്ലാതെ മറ്റൊരു ഉദ്ദേശവുമില്ല എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരവസ്ഥ. ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ തഹത്തിൽ ജീവിക്കുന്ന ഒരു മുരീദ് ലാ മഖ്സൂദ ഇല്ലല്ലാഹിലൂടെ ഒരുപാട് സഞ്ചരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരു പദവിയുണ്ട്, ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്. ആത്മനാഥനല്ലാതെ മറ്റൊരു സാക്ഷ്യവുമില്ല എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ ഒരു പദവിയാണ്. ആത്മനാഥനല്ലാതെ വേറെ ഒരു സാക്ഷ്യവുമില്ല. എവിടെ നോക്കുമ്പോഴും ആത്മനാഥന്റെ ദർശനങ്ങളല്ലാതെ വേറൊന്നും അവൻ കാണുന്നില്ല. ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്ക്ക് വേറെ ചില മഹാന്മാരാകുന്ന ആളുകൾ പറയുന്ന അവിടെ ഷുഹൂദ് എന്ന് പറഞ്ഞാൽ ഒരാള് കണ്ണുകൊണ്ട് കാണുന്നത് പോലെ, അള്ളാഹുവിനെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ നിൽക്കുന്ന ഒരു ദർജയാണ്. അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാനിന്റെ മൂന്നാമത്തെ പദവിയിലേക്ക് അവൻ കാലെടുത്ത് വെക്കുകയാണ്. ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ്. അവന്റെ ഹൃദയത്തിനക്ക് സമാധാനമായി ഈ ലോകത്ത് അല്ലാഹുവല്ലാതെ വേറൊരു മരുന്നില്ലാത്തൊരവസ്ഥ വരും. അല്ലാഹുവല്ലാതെ വേറൊരു മരുന്ന്, ഹൃദയത്തിന്റെ അസുഖത്തിന് വേറൊരു മരുന്ന്, അല്ലല്ലാതെ വേറൊരു മരുന്നുണ്ടാവില്ല. എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ സങ്കീർത്തനങ്ങൾ മാത്രമാണ്, എവിടെ നോക്കിയാലും അള്ളാഹുവിന്റെ പ്രതിഫലനങ്ങൾ മാത്രമാണ്. ആ ഒരവസ്ഥയിലേക്ക് എത്തും. ചിലപ്പോൾ നമ്മുടെ വെള്ളിയാഴ്ച പള്ളിക്ക് ഇരിക്കുന്ന നമുക്കിടയിൽ അങ്ങനത്തെ ആൾക്കാരുണ്ടാവും. ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് മഖാമിലെത്തിയ ആൾക്കാർ. എല്ലാവരും ഒരേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആൾക്കാരല്ല. ചില ആൾക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ മഅബൂദ ഇല്ലല്ലാഹ്ന്റെ മഖാമിൽ കൂടി എത്താത്ത ആൾക്കാരുണ്ടോ? ലാ മഅബൂദ ഇല്ലല്ലാഹ്ന്റെ മഖാമിൽക്കും കൂടി എത്താത്ത ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ലാ മഅബൂദ ഇല്ലല്ലാഹ് കഴിഞ്ഞ് ലാ മഖ്സൂദ ഇല്ലല്ലാഹിലുള്ള ആൾക്കാരുണ്ടാവും. ലാ മഖ്സൂദ ഇല്ലല്ലാഹ് കഴിഞ്ഞ് ലാ മഷ്ഹൂദ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മഖാമിലുള്ള ആൾക്കാരുണ്ടാവും. അതിലൂടെ ഒരു മുറബ്ബിയായ ഷെയ്ഖിന്റെ തഹ്തിലായി സഞ്ചരിക്കുമ്പോൾ നാലാമത്തെ ഒരു പദവിയുണ്ട്, ഒരു കമാലിയത്തിന്റെ പദവി. ലാ മൗജൂദ ഇല്ലല്ലാഹ്. അല്ലാഹുവല്ലാത്തതൊന്നുമില്ല, അല്ലാഹുവേ ഉള്ളൂ, അല്ലാഹുവേ ഉള്ളൂ, വേറൊന്നുമില്ല എന്ന് പറയുന്ന ഏറ്റവും സുന്ദരമായ അവസ്ഥ. ലാ മൗജൂദ ഇല്ലല്ലാഹ്. എവിടെ നോക്കിയാലും അല്ലാഹുവിനെ അല്ലാതെ മറ്റൊന്നും കാണുന്നില്ല, അല്ലാഹു തന്നെ ഉള്ളൂ. ലാ മൗജൂദ ഇല്ലല്ലാഹ്. യഥാർത്ഥത്തിൽ ഉള്ളവൻ ആര് മാത്രമേ ഉള്ളൂ, അല്ലാഹു അല്ലാതെ വേറൊരാളുമില്ല. ആ ഒരവസ്ഥയിലേക്ക് എത്തും. അതൊരു കമാലിയത്തിന്റെ പദവിയാണ്, ഏറ്റവും ഉന്നതമായ ഒരു ദർജയാണ്. അള്ളാഹുവിന്റെ ആരിഫീങ്ങളാവുന്ന ആളുകൾ ഈ ലാ മഅബൂദ ഇല്ലല്ലാഹും ലാ മഷ്ഹൂദ ഇല്ലല്ലാഹും അതുപോലെ തന്നെ ലാ മഖ്സൂദ ഇല്ലല്ലാഹൊക്കെ കടന്ന് ലാ മൗജൂദ ഇല്ലല്ലാഹിലേക്ക് എത്തി എത്രയോ അള്ളാഹുവിന്റെ ആരിഫീങ്ങളാകുന്ന ആൾക്കാരുണ്ട്. മുറബ്ബിയായ മശായിഖന്മാർ, വലിയ ഖുത്ബാനിയത്തിന്റെ പദവിയിലേക്ക് എത്തിയ അള്ളാഹുവിന്റെ ആരിഫീങ്ങളൊക്കെ, അവരൊക്കെ ലാ മൗജൂദ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ ഒരു പരമാനന്ദത്തിന്റെ ഉന്നതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് അല്ലാഹനല്ലാതെ ഒന്നിനും കാണൂല. ആ ഒരവസ്ഥയിലേക്ക് എന്ത് ചെയ്യണം, ഒരടിമയെത്തണം. മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ, അല്ലേ,
ഒരു കയ്യിൽ വെള്ളവും മറ്റൊരു കയ്യിൽ തീയുമായി ബസറ പട്ടണത്തിലൂടെ നടന്നു ആര്? മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ. എന്താണ് മഹദി പറഞ്ഞത്? ഞാൻ എൻ്റെ കയ്യിലുള്ള ഈ വെള്ളം കൊണ്ട് ഞാൻ നരകം കെടുത്താൻ പോവുകയാണ്, എൻ്റെ കയ്യിലുള്ള തീ കൊണ്ട് ഞാൻ സ്വർഗം കത്തിക്കാൻ പോവുകയാണ്. മഹദിയോട് ചോദിച്ചു, എങ്ങനെ സാധിക്കും? അല്ലെങ്കിൽ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ സ്വർഗം കത്തിക്കാൻ പോകുന്നത്? നരകം നിങ്ങൾ കെടുത്താൻ പോകുന്നത് എന്തിൻ്റെ പേരിലാണ്? മഹദി പറഞ്ഞു, ജനങ്ങളൊക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ജനങ്ങളൊക്കെ ഇബാദത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് ആ നരകം കെടുത്തിയാൽ പിന്നെ അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യുമല്ലോ. സ്വർഗത്തിന് വേണ്ടിയാണ് ജനങ്ങളൊക്കെ ആരാധിക്കുന്നത്. ആ സ്വർഗം കത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിന് വേണ്ടി ഇബാദത്ത് ചെയ്യില്ലല്ലോ, അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. ആര്? മഹദിയാകുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു അൻഹ. അവരുടെ ഫോക്കസ്, അവർ ആ പരമാനന്ദത്തിൻ്റെ ലഹരിയിലാണ്. അവർക്ക് അള്ളാഹു മാത്രമേ ലക്ഷ്യമുള്ളൂ. അതാണ് ലാ മൗജൂദ ഇല്ലല്ലാഹ്. അള്ളാഹിനെ അല്ലാതെ അവർ വേറൊന്നിനെയും കാണാത്തൊരവസ്ഥ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അവസ്ഥകളിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.